നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ ഒരു പുതിയ ബാച്ചിനെ പറ്റിയുള്ള അനൗൺസ്മെൻറ്റുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ 24/9/2025 അതായത് വെനസ്ഡേ ആണ് നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നത്. ഇത് ഒരു SSC ബാങ്ക് ബാച്ചാണ്. അതായത് SSC എക്സാം എഴുതുന്ന ആൾക്കാർക്കും ബാങ്ക് എക്സാം എഴുതുന്ന ആൾക്കാർക്കും ഇതുപോലെ തന്നെ റെയിൽവേയുടെ എക്സാം എന്ത് ചെയ്യും, അതിൻ്റെ ടോപ്പിക് എന്ത് ചെയ്യും, ഈ ബാച്ചിനകത്ത് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, അപ്പം ഇതിൽ SSC ആണെങ്കിലും ബാങ്ക് ആണെങ്കിലും റെയിൽവേ ആണെങ്കിലും ശരി, എല്ലാത്തിനും കോമൺ ആയിട്ട് കുറച്ച് ടോപ്പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് മാത്സിനകത്താണെങ്കിലും റീസണിങ്ങിനകത്താണെങ്കിലും ഇംഗ്ലീഷിനകത്താണെങ്കിലും GK-കകത്താണെങ്കിലും ആ ടോപ്പിക്കുകളെല്ലാം നമുക്ക് ഒരുമിച്ചിരുന്നായിരിക്കും പഠിക്കുക. ബാക്കിയുള്ള ടോപ്പിക്കുകൾ മാത്രം വരുമ്പോഴത്തേക്കും എന്തായി ബാച്ച് സ്പ്ലിറ്റ് ആവും. അതായത് SSC-കാർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും, ബാങ്കുകാർക്ക് വേറെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതൊരു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ബാച്ചാണ്. അതായത് നമുക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് രണ്ട് മോഡലുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ബാച്ച് കംപ്ലീറ്റ് ചെയ്യുക. ഇതിപ്പം ഓഫ്ലൈൻ ബാച്ച് ആണെന്നുണ്ടെങ്കിൽ ഓഫ്ലൈൻ ബാച്ച് നമ്മൾ ട്രിവാൻഡ്രം ബ്രാഞ്ചിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഓഫ്ലൈൻ ബാച്ചിൻ്റെ സമയം വരുന്നത് മൺഡേ ടു ഫ്രൈഡേ ആണ്. തിങ്കൾ തൊട്ട് വെള്ളി വരെ നമുക്ക് എന്തുണ്ടാവും, ക്ലാസ് ഉണ്ടാവും. നമ്മളെ 10 മണി തൊട്ട് 3:30 വരെയാണ് നമ്മളെ ക്ലാസ് കണ്ടക്ട് ചെയ്യപ്പെടുക. ഈ 10 മണി തൊട്ട് 3:30 വരെ ഉള്ളതിൽ ചിലപ്പോൾ രാവിലെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. ആ ക്ലാസ്സിന് ശേഷം എന്ത് ചെയ്യും, രാവിലെ പഠിച്ച ടോപ്പിക്കിൻ്റെ പ്രാക്ടീസ് സെഷൻ ആയിരിക്കും ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക. ചില ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ക്ലാസ് വരിക. പ്രാക്ടീസ് സെഷൻ പെൻഡിങ് ഉള്ള ദിവസങ്ങളിൽ രാവിലെ പ്രാക്ടീസ് സെഷൻ നടത്തിയതിനു ശേഷം ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും ചിലപ്പോൾ ക്ലാസ്സുകൾ ഉണ്ടാവുക. അപ്പം മൺഡേ ടു ഫ്രൈഡേ ക്ലാസ് ഉണ്ടാവും. പക്ഷേ സാറ്റർഡേ ഹോളിഡേ ആണ്, ക്ലാസ് ഉണ്ടാവില്ല. പക്ഷേ ബ്രാഞ്ച് ഓപ്പൺ ആയിരിക്കും. നമുക്ക് കമ്പൈൻ സ്റ്റഡിക്കും പ്രാക്ടീസിനും മോക്ക് ടെസ്റ്റിനും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നമുക്ക് സാറ്റർഡേ ബ്രാഞ്ചിലേക്ക് വരാനായിട്ട് സാധിക്കും. ഇനി ലാബ്, ലൈബ്രറി, കമ്പൈൻ സ്റ്റഡി ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആണ്. അതായത് നമുക്ക് മോക്ക് എക്സാം എഴുതാനായിട്ട് കമ്പ്യൂട്ടർ ലാബ് ഉണ്ടാവും. നമുക്ക് അവിടെ വന്നിരുന്നിട്ട് മോക്ക് എഴുതാനായിട്ട് സാധിക്കും. ബ്രാഞ്ച് 8 o'clock ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ ഈവനിങ് 8 o'clock വരെയും എന്താണ് ബ്രാഞ്ച് ഓപ്പൺ ആയിരിക്കും. 8 AM to 8 PM വരെ ബ്രാഞ്ച് ഓപ്പൺ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പുള്ള 2 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, അക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം 3:30 ശേഷം രാത്രി 8 മണി വരെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ലാബും ലൈബ്രറി കമ്പൈൻ സ്റ്റഡി ഫെസിലിറ്റി എന്തായിരിക്കും, അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അവിടെ നിന്ന് തന്നെ പഠിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഇത് പ്രത്യേകത. പിന്നെ ഇതിനോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു ഓൺലൈൻ പ്ലസ് ഓഫ്ലൈൻ ബാച്ചാണുള്ളത്. ഓഫ്ലൈൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. ഓൺലൈൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ആപ്പ് എന്ത് ചെയ്യും, ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് തരും. അപ്പോൾ നമുക്ക് ആപ്പ് ഉപയോഗിക്കാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്ക് കിട്ടിയതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരിക്കൽ കൂടെ ക്ലാസ്സിൽ കിട്ടണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ക്ലാസ് ഒരിക്കൽ കൂടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഓഫ്ലൈൻ പ്ലസ് ഓൺലൈൻ ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് മെറ്റീരിയൽസ് കിട്ടും. അത് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും GK-യുടെയും ഒക്കെ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യും, ബുക്ക്ലെറ്റ് ആയിട്ട് ഇതിനോടൊപ്പം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക, അല്ലെങ്കിൽ വീട്ടിൽ നിന്നിട്ട് പഠിക്കുക. അത് കൂടാഞ്ഞിട്ട് ക്ലാസ് കഴിയുമ്പോഴത്തേക്കും ഓരോ ക്ലാസ്സിൻ്റെ കൂടെയും ഓരോ മെറ്റീരിയലിൻ്റെ കൂടെ അഡീഷണൽ ആയിട്ട് തരികയും ചെയ്യും. അത് നമ്മൾ ക്ലാസ് പഠിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ ക്ലാസ്സിൽ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആയിരിക്കും അതിനോടൊപ്പം തന്നെ തരിക. പിന്നെ ബാക്കിയുള്ള പല കാര്യങ്ങളും PDF ആയിട്ടൊക്കെ ആയിരിക്കും തരിക. വൊക്കാബുലറി സെക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സിൻ്റെ മാത്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ സെക്ഷൻസ് ഉണ്ട്. അതിൻ്റെയൊക്കെ PDF ആയിട്ടായിരിക്കും തരിക. കാരണം നമ്മളത് സ്ക്രീനിൽ നോക്കി ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PDF ആയിട്ട് ഫോണിൽ തരിക. അപ്പോൾ ഇത് തരുന്നത് നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. നിങ്ങൾ ക്ലാസ്സിലെല്ലാ സ്റ്റുഡൻസിനും കൂടെ ചേർത്തിട്ട് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരിക്കും എന്ത് ചെയ്യുക, ഈ ഓഫ്ലൈനിലേക്ക് എന്ത് ചെയ്യുക, PDF മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു ടെലഗ്രാം ചാനലും ഉണ്ട്. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ മെമ്പർ ആവണം. ആ ടെലഗ്രാം ചാനലിൽ കൂടി ഇതേപോലത്തെ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ വരുന്ന ഓരോ നോട്ടിഫിക്കേഷൻസും മറ്റുമൊക്കെ നമ്മൾ ഈ വാട്സപ്പിലും ടെലഗ്രാം ചാനലുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും യൂട്യൂബിൽ വീഡിയോസും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വളരെ കൃത്യമായ ഇൻഫർമേഷൻ നിങ്ങൾ എത്തിക്കുകയും നിങ്ങളെ കൊണ്ട് അത് എന്താണെന്നുള്ള കാര്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നിങ്ങളെ കൊണ്ട് അപ്ലൈ ചെയ്യിക്കുകയും ചെയ്യും. അപ്ലൈ ചെയ്യിക്കുക മാത്രമല്ല, നിങ്ങളെ ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള നിങ്ങൾക്ക് എന്തൊക്കെയാണോ വേണ്ടതെന്നുള്ളത് അതൊക്കെ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ വഴി പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കിടക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക.